നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. പൂർണ്ണമായും ശരിയെന്നോ പൂർണ്ണമായി തെറ്റുമെന്നോ പറയാൻ പറ്റില്ല. ഒരു തരത്തിൽ ആലോചിക്കുമ്പോൾ ഒരു വലിയ ശരിയാണ്. കാരണം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി വരുന്നു. പ്രിയങ്ക ഗാന്ധി വരണം, പ്രിയങ്ക മത്സരിക്കണം എന്നുള്ള ആവശ്യം എന്ന് കേൾക്കാൻ തുടങ്ങിയതാണ്. രാഹുലിന് മുൻപ് തന്നെ പ്രിയങ്കയാണ് പ്രതീക്ഷിച്ചിരുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിന്നും കുറേയൊക്കെ രാഹുൽ ഇവോൾവ് ചെയ്തു വന്ന നേതാവാണ്. പക്ഷേ പ്രിയങ്ക ഗാന്ധി നേരത്തെ തന്നെ ഒരു രാഷ്ട്രീയ നേതാവാണ്. രാഷ്ട്രീയമായ പ്രതികരണങ്ങൾ നടത്തുകയും പെട്ടെന്ന് തന്നെ വിഷയങ്ങളിൽ കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കുകയും പെട്ടെന്ന് മറുപടി നൽകുകയൊക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. മാത്രമല്ല ഈ ഇന്ദിരാഗാന്ധിയുടെ ഛായ, ഇന്ദിരാഗാന്ധിയുടെ ഒരു വശം ഉണ്ട് എന്നുള്ള വിലയിരുത്തൽ, അങ്ങനെ ഒരു തരത്തിൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരൊക്കെ പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് വരണം, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് വളരെ മുൻപ് തന്നെ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്തിരുന്നതാണ്. അതിപ്പോൾ വയനാട്ടിലേക്ക് വരുന്നു എന്നിടത്താണ് ഈ വിഷയം നിൽക്കുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനുണ്ടായ സാഹചര്യം നമുക്കറിയാം. അമേഠിയിൽ പരാജയപ്പെടുമെന്നുള്ള ഒരു ആശങ്ക നിലനിന്നിരുന്ന സമയത്താണ് രണ്ടിടത്ത് മത്സരിക്കാൻ തീരുമാനിച്ചതും 2019 രണ്ടിടത്തുമായി നിന്നതും. അങ്ങനെ അമേഠിയിൽ പരാജയപ്പെടുകയും ചെയ്തു. ആ ആശങ്ക ശരിയാവുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ 2024 വരുമ്പോൾ സാഹചര്യമാകെ മാറിയിരിക്കുന്നു. രാഹുലിന് വയനാട്ടിൽ 3,64,422 വോട്ടിൻ്റെ ഭൂരിപക്ഷം, റായ്ബറയിൽ 3,90,030 വോട്ടിൻ്റെ ഭൂരിപക്ഷം. ആ രീതിയിൽ രാഹുൽ ഒരു രാജ്യത്താകെ അംഗീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ തരത്തിൽ രാഹുൽ നടന്ന് നേടിയിരിക്കുന്ന നേട്ടമാണത്. നടന്ന് ജനങ്ങളെ കണ്ടുണ്ടാക്കിയ നേട്ടമാണ്. ആ നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നുള്ളത്, UPയിൽ പ്രതിഫലിക്കുമോ എന്നുള്ളത് കോൺഗ്രസിന് പോലും അറിയില്ലായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ. അവിടുത്തെ പൾസ് അറിഞ്ഞിരുന്നില്ല. നമുക്കറിയാം ഏറ്റവും അവസാന ഘട്ടത്തിലല്ലേ ആ സ്ഥാനാർത്ഥിത്വം കൂടി പ്രഖ്യാപിച്ചത്. എവിടെ മത്സരിക്കണം എന്നുള്ള കാര്യത്തിൽ ആകെ ആശങ്ക. പ്രിയങ്ക നിൽക്കുമോ എന്നറിയില്ല. അമേഠിയാണോ റായ്ബറേലിയാണോ? ആ ചർച്ച എത്ര നീണ്ട ശേഷമാണ് അതിലൊരു തീരുമാനം വന്നത്. അപ്പോൾ അന്ന് ആ പൾസ് അറിയാൻ പറ്റാതെ പോയി. പക്ഷേ ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണി നേടിയിരിക്കുന്ന ആ വിജയം സാഹചര്യങ്ങളാകെ മാറ്റിയിരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചും നില വല്ലാതെ മെച്ചപ്പെടുത്തിയിരിക്കുന്നു. 100 സീറ്റ് എന്നതിലേക്ക് കോൺഗ്രസ് ഉയർന്നിരിക്കുന്നു. അതിൽ രാഹുലിൻ്റെ പങ്ക് വളരെ പ്രധാനമാണ്. ഇത് പറഞ്ഞതുപോലെ നോർത്ത് ഇന്ത്യയിൽ, ഉത്തരേന്ത്യയിൽ രാഹുലിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. റായ്ബറേലി ഇപ്പോൾ വിടാൻ പറ്റുന്ന ഒരു സാഹചര്യമേ അല്ല. വയനാടുമായിട്ടുള്ളത് എന്താണ്? ആ സമയത്ത് ചേർത്ത് നിർത്തിയ മണ്ഡലമാണ്. ആ തരത്തിൽ വൈകാരികമായി അതാണ് നിങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും വേദനിപ്പിക്കാത്തൊരു തീരുമാനം ഞാൻ എടുക്കുമെന്നാണ് രാഹുൽ പറഞ്ഞിരുന്നത്. ആ നിലയ്ക്ക് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നു. പ്രിയങ്ക ഗാന്ധി ഇങ്ങോട്ട് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ മുന്നണി ആകെ ഇപ്പോൾ അവരെടുത്ത നിലപാടുകൾ അത് വലിയ രീതിയിൽ വിജയിക്കുന്നതും വലിയ രീതിയിൽ പ്രതിപക്ഷമായി വരുന്നതുമായുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വരുമ്പോൾ തീർച്ചയായും കോൺഗ്രസിനെ അത് ശക്തിപ്പെടുത്തും, കോൺഗ്രസിന് ഉണർവ് നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ പ്രിയങ്ക ഇല്ലായിരുന്നെങ്കിൽ ആരാണ് വയനാട് എന്നുള്ള കാര്യത്തിലൊക്കെ ചില തർക്കങ്ങളും ഒക്കെ വരുമെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പോൾ അവിടെ നേരത്തെ മുരളീധരൻ്റെ പേരടക്കം കേട്ടിരുന്നു. അതല്ലാതെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യം വേറൊരു ഭാഗത്തു നിന്ന് വരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇനി ആ പരാതിയും പ്രശ്നങ്ങളും ഒന്നുമില്ല. പ്രിയങ്ക വരികയാണ്, കോൺഗ്രസിനെ ആകെ ശക്തിപ്പെടുത്തുന്നു, ഉണർവുണ്ടാക്കുന്നു. പക്ഷേ ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോൾ ഒരുമിച്ച് നിന്ന ഇടതുപക്ഷം മറ്റെല്ലാ സ്ഥലത്തും ഇടതുപക്ഷത്തെ ചേർത്ത് നിർത്തി കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടിയാണ് CPM വിജയിച്ചിട്ടുള്ളത്. ഇവിടെ കനലൊരു തരി എന്ന് പറയുന്നതല്ല. ഇന്ത്യ ഒട്ടാകെ ഇടതുപക്ഷം 9 ഇടത്ത് ജയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഐക്യം ഇവിടെ എത്തുമ്പോൾ ഇനി പ്രിയങ്ക അവിടെ മത്സരിക്കുമ്പോൾ പ്രിയങ്കയ്ക്കെതിരെ ഇടതുപക്ഷം ഒരു സ്ഥാനാർത്ഥി നിൽക്കും. ഇപ്പോൾ തന്നെ ബിനോയ് വിശ്വം നികേഷ് കുമാറിൻ്റെ ചർച്ചയിൽ പറഞ്ഞു കഴിഞ്ഞു വഞ്ചനയാണ്, രാഷ്ട്രീയ വഞ്ചനയാണ്. അപ്പോൾ ഈ പ്രിയങ്ക നിൽക്കുമ്പോൾ എന്തായിരിക്കും അപ്പുറത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം എന്തായിരിക്കും? പ്രിയങ്കയ്ക്കെതിരെ എന്ത് തരം ആരോപണങ്ങളാണ് ഉന്നയിക്കാൻ പോകുന്നത്? ഇതൊക്കെ ഒരു ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ അത് വരികയില്ലേ? അപ്പോൾ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ ചെറിയ ചതുരത്തിൽ നിന്ന് കാണേണ്ടതാണോ ഇനി ഈ രാഷ്ട്രീയം എന്നുള്ള പ്രശ്നം അവിടെ നിൽക്കുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പ്രിയങ്ക വരുന്നു എന്നുള്ളത് വളരെയധികം പ്രതീക്ഷ നൽകുന്നതാണ്. ഇപ്പോൾ പ്രിയങ്കയ്ക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തണ്ട എന്ന് ഇടതുപക്ഷം തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഒരു രാഷ്ട്രീയ കൗതുകമായി അവിടെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണി ആ ഒരു രീതിയിൽ നിൽക്കുന്നതെന്ന് പറയാം. പക്ഷേ അങ്ങനെ നിൽക്കാൻ നമുക്ക് അവരോട് ആവശ്യപ്പെടാനും അങ്ങനെ ഒരു അഭിപ്രായം നമുക്ക് പറയാനും പറ്റില്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അവർക്ക് നിൽക്കാനുള്ള അതേപോലുള്ള അവകാശമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം അവിടെ നിൽക്കുന്നു. അപ്പുറത്ത് എന്താണ് ഞാൻ പറയാൻ പോയത്, പാർലമെൻറ്റിലേക്ക് എത്തുമ്പോൾ എന്താണ്, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രണ്ട് ഉറച്ച ശബ്ദങ്ങൾ അവിടെ, അല്ലെങ്കിൽ തന്നെ പ്രതിപക്ഷം ശക്തമായി നിൽക്കുമെന്നുള്ള ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ ഈ രണ്ടുപേരും അതിശക്തമായി നേരത്തെ ഈ മംഗൾസൂത്ര വിഷയമൊക്കെ നേരത്തെ മോദി എടുത്തിട്ടപ്പോൾ അതിന് എത്ര ഗംഭീരമായിട്ടാണ് അത് മറുപടി നൽകുക, എത്ര വൈകാരികമായി അവനോട് ജീവിതമായി ചേർത്ത് വെച്ചിട്ടുള്ള വിഷയമാണ് പറയുന്നത്. അപ്പോൾ മറുപടിയില്ല, അതൊക്കെ ജനം ഏറ്റെടുത്ത കാര്യമാണ്. എത്രത്തോളം വലിയ കളവാണ് മോദി പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ പ്രതികരിക്കാൻ ശക്തിയുള്ള ഒരു നേതാവ് കൂടി പാർലമെൻറ്റിലേക്ക് എത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ രൂപത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷേ വയനാട് വേണ്ടിയിരുന്നോ എന്ന് ചോദ്യം വരുമ്പോൾ നിലവിൽ വയനാടേ ഉള്ളൂ എന്നുള്ളതാണ്.
അതല്ലാതെയും വേറെ എവിടെയെങ്കിലും സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമായിരുന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴും ഇവിടെ കേരളത്തിൽ ഇനി വരാൻ നിൽക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ പാലക്കാട് ആലത്തൂർ ചേലക്കര അപ്പോൾ അവിടെ എത്തുമ്പോഴൊക്കെ കാര്യങ്ങൾ എത്രത്തോളം സ്വാധീനം ചെലുത്തും, പ്രിയങ്കയുടെ ഒരു സ്വാധീനം അത് ഏത് തരത്തിൽ പ്രതിഫലിക്കുമെന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമായി അവിടെ നിൽക്കുന്നു. നേരത്തെ ഉണ്ണിബാൽ ചൂണ്ടിക്കാണിച്ച അപകടകരമായ ചേരി പ്രിയങ്ക ഇവിടെ വന്നതുകൊണ്ട് ഇവിടെ ശക്തിപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിനെ പ്രതിരോധിക്കാൻ കൂടുതൽ ശക്തമായി പ്രതിരോധിക്കാനാണ് സാധിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇടതുപക്ഷത്തിന് ഇക്കാര്യത്തിലൊരു പരാതിയും വിഷമവും ഉണ്ടാകും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കാണിച്ചതുപോലെ രാഹുലിനെ മറ്റേ പേര് ഞാൻ വിളിക്കണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലുള്ള ഒരു പ്രചാരണത്തിലേക്ക് ഇനി CPM പോകില്ല എന്നെനിക്ക് ഉറപ്പാണ്. കാരണം തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണ് പറ്റിയതെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് CPM. ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. പഴയ രൂപത്തിലായിരിക്കില്ല, ഇനി കുറച്ചുകൂടി പക്വമായ സമീപനത്തിലേക്ക് പോകും എന്നാണ് ഞാൻ കരുതുന്നത്. Meet the editors.